ഹല്ലേലൂയാ, സ്തുതി പാടിടും ഞാൻ. വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ, കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ, സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിലും പരിപാലകനെ, സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ. ഹല്ലേലൂയാ, സ്തുതി പാടിടും ഞാൻ. വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. കരുണയും ദയയും ഉള്ളവനെ, മനസ്സലിയും മഹാപ്രഭുവേ, വാത്സല്യത്തോടെന്നെ ചേർത്തവനെ, മാറാത്ത സ്നേഹം പകർന്നവനെ. ഹല്ലേലൂയാ, സ്തുതി പാടിടും ഞാൻ. വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ സ്തോത്രാർപ്പണമാണ് പറയുന്നത്. അവിടെ ഒരു സ്തോത്രാർപ്പണം നൽകുകയാണ്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും. ദൈവത്തിൻ്റെ പ്രത്യേകത കുറച്ച് അനുഗ്രഹം തരിക എന്നുള്ളതല്ല, മുഴുവൻ അനുഗ്രഹവും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ദൈവമാണ് നാം വിശ്വസിക്കുന്ന ദൈവം. ഇവിടെ പറയാണ്, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ എങ്ങനെ അനുഗ്രഹിച്ചേക്കുന്നത്? യേശു ക്രിസ്തുവിൽ. അത് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ അനുഗ്രഹമുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരിങ്ങനെ വിളിച്ചു പറഞ്ഞത്, ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷപ്പെടാൻ ദൈവം ഒരുക്കിയ ഒരൊറ്റ നാമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു എന്ന അത്ഭുത നാമമാണ്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെ നിൽക്കണമെന്നാണ് പറയുന്നത്? വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത്. അത് നമ്മൾ നിൽക്കുകയല്ല, അങ്ങനെ ആക്കി തീർക്കുകയാണ് ദൈവം. അതിനുവേണ്ടിയാണ് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് വിശുദ്ധരാക്കുന്നത്? നമ്മുടെ പ്രവർത്തികൾ കൊണ്ടാണോ? അല്ല. യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശ് മരണത്തിൽ യേശു ചൊരിഞ്ഞ രക്തത്താൽ കഴുകൽ പ്രാപിക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധരായിത്തീരുന്നത്. മനുഷ്യൻ്റെ നീതിപ്രവർത്തികളെല്ലാം കറ പുരണ്ട വസ്ത്രങ്ങൾ പോലെയാണ്. മനുഷ്യൻ ഒരിക്കലും മനുഷ്യൻ്റെ നേർച്ചകൾ കൊണ്ടോ കാഴ്ചകൾ കൊണ്ടോ പാപിയായി തീർന്ന മനുഷ്യന് ഒരിക്കൽ പോലും പിതാവാം ദൈവത്തിൻ്റെ മുമ്പിൽ, വിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ പ്രവേശിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ ദൈവം തന്നെ ഒരുക്കിയ വഴിയാണ്, പാപിക്ക് നീതിമാനാകാനും വിശുദ്ധനാകാനുള്ള വഴിയാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം. ഉദാഹരണം പറഞ്ഞാൽ, കറ പോകാനുള്ള സോപ്പ് കമ്പനികൾ കണ്ടുപിടിച്ചത് കറ കഴുകിക്കളയാൻ വേണ്ടിയാണ്, അത് ക്ലീനാക്കാൻ വേണ്ടിയാണ്. അത് മനുഷ്യനല്ലാതെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കുമ്പം കറ പോകാത്തത് കൊണ്ടാണ് കറ മാറ്റത്തക്കോണമുള്ള സോപ്പുകളും മറ്റും കണ്ടുപിടിക്കപ്പെട്ടത്, ചെളിയൊക്കെ കളയാൻ. എന്നാൽ മാനവരാശിയുടെ പാപത്തിൻ്റെ കറ, ഓരോ വ്യക്തിയുടെയും പാപത്തിൻ്റെ കറ നമ്മുടെ നേർച്ചകൾ കൊണ്ടോ കാഴ്ചകൾ കൊണ്ടോ നാം ചെയ്യുന്ന നന്മ പ്രവൃത്തി കൊണ്ടോ പരിഹരിക്കാൻ കഴിയുകയില്ല. പിന്നെ എങ്ങനെയാണ് നീതിമാനായി തീർന്നവൻ, നിഷ്കളങ്കനായി തീർന്നവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്ന അറുക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു.
അപ്പോൾ യേശു ക്രിസ്തുവാണ് നമ്മെ വിശുദ്ധീനാക്കുന്നത്. പിതാവാം ദൈവം തന്നെയാണ് ഈ പദ്ധതി ഒരുക്കുക. എങ്ങനെയാണ് തൻ്റെ സന്നിധിയിൽ എങ്ങനെയാകണം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അതെന്ന് തീരുമാനിച്ചതാണ്. ലോകത്തിനടിസ്ഥാനമിടുന്നതിന് മുമ്പ് അവനിൽ തിരഞ്ഞെടുത്തു. ഞാൻ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ വചനം കേൾക്കണമെന്നും യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണമെന്നും ആ രക്തത്താൽ കഴുകൽ പ്രാപിക്കണമെന്നും ഒരു ദൈവമകനായി തീരണമെന്നും മകളായി തീരണമെന്നും ലോകത്തിനടിസ്ഥാനമിടുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് നാം മറന്നു പോകരുത്. അതാണ് നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ആ അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. പാപിയായിരുന്ന ആൾ വിശുദ്ധനായി മാറും. ദൈവത്തിൽ നിന്ന് അകന്നു നിന്ന ആൾ ദൈവത്തോട് അടുക്കുന്നു. അനുഗ്രഹത്തിൽ നിന്ന് മാറി നിന്ന് ശാപത്തിലേക്ക് പൊക്കോണ്ടിരുന്ന ആൾ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ യേശു ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മീയ അനുഗ്രഹങ്ങൾ വരാൻ തുടങ്ങും. യേശുവിനെ സ്വീകരിക്കാത്തവരുടെ ജീവിതത്തിലില്ല. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ ആത്മീയമായ സകല അനുഗ്രഹങ്ങളും വെളിപ്പെടാൻ തുടങ്ങും. ഇവിടെ പറയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും, അങ്ങനെ പിതാവുമായൻ വാഴ്ത്തപ്പെട്ടു സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി അനുഗ്രഹിക്കാൻ പോവല്ല, ഒരാൾ നമ്മെ അനുഗ്രഹിച്ച് കഴിഞ്ഞതാണ്. പക്ഷെ അത് അനുഗ്രഹം നമ്മൾ കാണണം. അതിന് നമ്മൾ കർത്താവിൻ്റെ വഴിയിൽ നിൽക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവം പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. എന്നിട്ട് പറയണം നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത്. വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത് നമുക്ക് പറ്റത്തില്ല. അതിന് പകരമാണ് യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് വിശുദ്ധരും നിഷ്കളങ്കരും ആകുന്നു. ആരെങ്കിലും എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് നല്ലതാകാം എന്ന് തീരുമാനിച്ചാൽ നടക്കത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് പറയാം, ഇന്നത്തെ ദിവസം നിങ്ങൾ ദേഷ്യപ്പെടത്തില്ല, ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും പറയത്തില്ല എന്ന് തീരുമാനിച്ച് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾ പല കാര്യങ്ങളും ദേഷ്യപ്പെടേണ്ടി വരും. എന്നാൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചോളം പരിശുദ്ധാത്മാവിനെ കൂട്ടിനായി തന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമുക്ക് പാപത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കാൻ കഴിയുന്നു. അതാണ് സത്യം. അങ്ങനെ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടത് എന്ത് ചെയ്യുക? ലോകസ്ഥാപനത്തിനു മുമ്പേ അവനിൽ തിരഞ്ഞെടുക്കുകയും. എന്നിട്ട് പറയാമെന്ന് യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് പ്രിയനായവനിൽ സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു. ഇത് നേരത്തെ ഉള്ളൊരു നിയമനമാണ്. ദൈവമകനായി ജീവിക്കണമെന്നുള്ളത്, നമ്മളിങ്ങനെ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത്. അങ്ങനെ മുൻ നിയമിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മളെ ദൈവം അങ്ങനെ അനുഗ്രഹത്താൽ നിറച്ചു. യേശു ക്രിസ്തുവിനെ തന്നു. നമ്മളെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധരും നിഷ്കളങ്കരമാക്കി ദൈവമക്കളും അവകാശികളുമാക്കി. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്താൽ യേശു ക്രിസ്തു മുഖാന്തരം പിതാവ് ഒരുക്കിയ സകല ആത്മീക അനുഗ്രഹത്തിൽ സകല ഉയർച്ചയ്ക്കും എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അവിടുന്ന് ഇടയായി തീരട്ടെ. അപ്പോൾ തന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം ഓർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. കരുണയും ദയയും ഉള്ളവനെ, മനസ്സലിയുന്ന മഹാപ്രഭുവേ, വാത്സല്യത്തോടെന്നെ ചേർത്തവനെ, മാറാത്ത സ്നേഹം പകർന്നവനെ, ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ.